ഏതൊരു വിഭാഗത്തിൽപ്പെട്ടയാൾക്കും ഏത് സമയത്തും ആശ്രയിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു PK ശ്രീനിവാസന്റേതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കൽ രത്നാകരൻ പറഞ്ഞു. ഏരൂരിൽ സംഘടിപ്പിച്ച PK ശ്രീനിവാസന്റെ 28ാമത് ചരമദിനത്തോടനുബന്ധിച്ച് നടന്ന പുഷ്പാർച്ചന ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിക്കുകയായിരുന്നു മുൻ മന്ത്രി കൂടിയായ മുല്ലക്കൽ രത്നാകരൻ. മലയോര മേഖലയിൽ സാധാരണക്കാരുടെ ശബ്ദമായിരുന്നു ശ്രീനിവാസൻ. സാധാരണക്കാരെയും തോട്ടം തൊഴിലാളികളെയും ഒപ്പം നിർത്തി പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് ഏറെ വലുതാണെന്നും മുല്ലക്കൽ രത്നാകരൻ കൂട്ടിച്ചേർത്തു. പേരൂർക്കാർക്ക് മാത്രമല്ല, ശ്രീനിസാറിനെ അറിയാവുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം, അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉറപ്പായിരുന്നു. അവർക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു, അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു പോലീസ് കേസുണ്ടായാൽ, ഒരു വസ്തുവിൻ്റെ പ്രശ്നം ഉണ്ടായാൽ ഓടിച്ചെല്ലാൻ ഒരു വീടും അവിടെ ഒരാളും ഉണ്ടെന്ന ബോധമുണ്ടായിരുന്നു. ആ ബോധമാണ് ശ്രീനിസാറിനെ ശ്രീനിസാറാക്കിയത്. അത് പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു മാതൃകാ ബോധമാണ്. അറിയാവുന്ന ആളുകൾക്കെല്ലാം ഭയമില്ലാതെ ഞങ്ങളുടെ പ്രശ്നം ഓടിച്ചെന്ന് പറയാൻ ഒരാളുണ്ടല്ലോ എന്നതൊരു കരുത്താണ്. ഇപ്പൊ വീട്ടിലുള്ളവർക്ക് പോലും വീട്ടിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിതാവോ മാതാവോ ഉണ്ടെന്നുള്ള ബോധമില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു കാലത്താണ് ഒരു സമൂഹത്തിന് മുഴുവൻ പിതാവിനെ പോലെയോ ഗുരുവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു അടുത്ത സുഹൃത്തിനെ പോലെയോ ഞങ്ങൾക്ക് ചെന്ന് പറയാൻ ഒരാളുണ്ടെന്നോ ഒരു ബോധം സമൂഹത്തിൽ സൃഷ്ടിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പടിക്കൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തൊഴിലാളിവർഗ സമര പോരാട്ടങ്ങൾക്ക് ധീരോദാത്തമായ നേതൃത്വം നൽകിയിരുന്ന അനശ്വരനായ സഖാവ് PK ശ്രീനിസാറിന്റെ 28ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ ജാഥയാണ് ഈ വഴിത്താരകളിലൂടെ ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരുന്നത്. ഒരു വിഷയമില്ല. CPI ജില്ലാ സെക്രട്ടറിയും PK ശ്രീനിവാസന്റെ മകനുമായ PS സുബാൽ MLA, നേതാക്കളായ വേണുഗോപാൽ, സാം കെ ഡാനിയൽ, C അജയപ്രസാദ്, ലിജു ജമാൽ, S സലീം, R സജിലാൽ, K അനിമോൻ, G അജിത്ത, ജയശ്രീ തുടങ്ങി ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വൈകിട്ട് 5 മണിക്ക് അഞ്ചൽ മാർക്കറ്റ് കവലയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന അനുസ്മരണ ചടങ്ങ് മുൻ മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രി K രാജു ഉൾപ്പെടെ നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നാട്ടുവാർത്ത, ഏരൂർ.